ചായത്തമ്മേ ശരണം. എല്ലാവർക്കും ഉത്സവാശംസകൾ. സർവപ്രസന്നവരദായിനിയായ ചായത്തമ്മയുടെ തിരുവുത്സവത്തിന് ഇന്ന് കൊടിയേറി. വിശേഷപ്പെട്ട വലിയ ചടങ്ങുകളോടെ അതിഗംഭീരമായ ഉത്സവമാണ് ഈ വർഷം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലൊരു മഹോത്സവം നമ്മൾ കാണണമെങ്കിൽ 12 വർഷം കഴിയണം. അതുകൊണ്ട് കഴിയുന്നവരെല്ലാവരും ഈ വിശേഷപ്പെട്ട മഹോത്സവത്തിൽ പങ്കുകൊള്ളുക, അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുക. ഓരോ 12 വർഷം കഴിയുമ്പോഴാണ് പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. ഈ വർഷം പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ കലശ ചടങ്ങുകളോടെ ഈ ദേശീയ മഹോത്സവത്തിന് ഇന്ന് 2 ഫെബ്രുവരിക്ക് തുടക്കം കുറിച്ച്. ഈ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാണികൊട്ടൽ ചടങ്ങ്. അതായത് അഷ്ടബന്ധ കലശ ചടങ്ങുകൾക്ക് 30 മുക്കോടി ദേവഗണങ്ങളെയും ആവാഹിച്ച് ഇവിടെ വിളിച്ചു വരുത്തുന്ന ഈ വാദ്യോപകരണം ഉപയോഗിച്ചാണ്. പൂജാതി കർമ്മങ്ങളിൽ അത്രത്തോളം പ്രധാനപ്പെട്ടൊരു വാദ്യോപകരണമാണ് മരം എന്നറിയപ്പെടുന്ന ഈ വാദ്യോപകരണം. മരപ്പാണി ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ കൊട്ടുന്ന ഈ വാദ്യോപകരണം കത്തിച്ച് കളയണമെന്നാണ്. അതായത് ഒരു മനുഷ്യനെ ദഹിപ്പിക്കുന്ന പോലെയുള്ള ചടങ്ങുകൾ നടത്തി വേണം അത് ചെയ്യാൻ. എന്നാൽ കാലം മാറിയ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ന് ഈ മരത്തിൽ ഉപയോഗിക്കുന്ന വസ്ത്രം, അതായത് ഇപ്പോൾ ഈ കാണുന്ന തുണികൾ മാത്രമാണ് മാറ്റാറ്. കേരളത്തിലെ വാദ്യോപകരണങ്ങളിൽ അനുഷ്ഠാനബന്ധമായ ഒരു വാദ്യമാണ് പാണി അഥവാ മരം. ഇത് സാധാരണമായി ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ കലശങ്ങൾ ഒക്കെ നടക്കുന്ന സമയങ്ങളിലാണ്. സാധാരണ മറ്റ് വാദ്യോപകരണങ്ങൾ കൊട്ടുന്നത് പോലെയല്ല പാണി കൊട്ടുന്നത്. പാണി കൊട്ടുന്നത് മാരാര് കുളി കഴിഞ്ഞ് ഭസ്മം പൂശി തച്ചുടുത്ത് വേണം പാണി കൊട്ടാൻ. ഈ ചടങ്ങുകളുടെ തുടക്കം എന്ന് പറയുന്നത് തന്ത്രി അനുവാദത്തോടു കൂടി, അതായത് നമ്മുടെ ഈ ക്ഷേത്ര തന്ത്രിയുടെ അനുവാദത്തോടു കൂടി ക്ഷേത്ര മേൽശാന്തി നിറപറയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി, പിന്നെ മാരാര് തന്ത്രിയോടും അതുപോലെ തന്നെ ഒപ്പം ഈ ക്ഷേത്ര കമ്മിറ്റി പ്രധാനികളോട്, അതായത് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഇവരോട് 3 വട്ടം അനുവാദം ചോദിച്ച ശേഷമാണ് പാണി തുടങ്ങുന്നത്. എന്നാൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഈ പാണി കൊട്ടുന്നതിൽ ചില മാറ്റങ്ങളുണ്ടാവാം. ചേങ്ങിലയും ഇലത്താളവും പിന്നെ ശംഖും സന്ദർഭത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു കാര്യം, വളരെ ശ്രദ്ധയോടെയും ശുദ്ധിയോടെയും കൂടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് പാണി കൊട്ടൽ. അതായത് ഈ പാണി പിഴച്ചാൽ കോണി എന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് ഈ മരപ്പാണി കൊട്ടുമ്പോൾ അത് പിഴയ്ക്കാൻ പാടില്ലെന്നാണ്. പിഴച്ചാൽ മരണം വരെ സംഭവിക്കാമെന്ന് ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാവാം ക്ഷേത്രവാദ്യങ്ങളിൽ കൊട്ടാൻ ഏറ്റവും പ്രയാസമുള്ളത് പാണി കൊട്ടലാണെന്ന് നമ്മൾ ചില മേളക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ചടങ്ങിന് പങ്കെടുക്കുക അല്ലെങ്കിൽ ഈ ചടങ്ങിനൊപ്പം നിൽക്കുക എന്നത് തന്നെ മഹാഭാഗ്യമായാണ് കണക്കാക്കി പോരുന്നത്. ഒപ്പം നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും പ്രാർത്ഥനയിൽ മുഴുകി മറ്റ് ശബ്ദങ്ങളൊന്നും പുറപ്പെടുവിക്കാതെ വളരെ ഭക്തിപൂർവം മാത്രം പങ്കെടുക്കേണ്ട ഒരു വിശേഷപ്പെട്ട ചടങ്ങാണ് ഈ ചടങ്ങെന്ന് പറയുന്നത്. വളരെ പവിത്രമായ ഇതുപോലുള്ള ചടങ്ങുകളിലൂടെയാണ് അഷ്ടബന്ധ കലശം പുരോഗമിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഭക്തജനങ്ങളോടും ഈ അഷ്ടബന്ധ കലശം ചെയ്ത ആ പ്രസാദം വീടുകളിൽ വാങ്ങിക്കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ചായത്തമ്മയുടെ 1ാം ഉത്സവ ദിവസം വളരെ ഭക്തിപൂർവ്വം പര്യവസാനിച്ച്. ഇതുപോലുള്ള മറ്റ് ഉത്സവ വിശേഷങ്ങളും ഉത്സവ കാഴ്ചകളും അറിയാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. എല്ലാവർക്കും ചായത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചായത്തമ്മയെ ശരണം.